എല്ലാവരും സുഖമല്ലേ? എന്തെടുക്കുന്നു? ഇന്നും ദേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും കുറച്ച് ഫുഡും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം രാവിലെ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആട്ടോ ഇതൊക്കെ. ഞങ്ങൾ രാവിലെ കൊച്ചിനെ വിട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു ആഗ്രഹം പൊറോട്ട കഴിക്കാൻ പോകണമെന്ന്. അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഒരു പൊറോട്ടയും സാമ്പാറും മാത്രം കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. കൊച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് അടുക്കി പെറുക്കിയൊക്കെ വെക്കാനുണ്ടാവും. കാരണം അവളെല്ലാം നിരത്തി ഇട്ടിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അവൾ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതെല്ലാം എടുത്ത് വെക്കുന്നത്. രാവിലെ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് പോകാനുള്ള സമയം നമുക്ക് കിട്ടില്ലല്ലോ. എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കി മൊയലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ശരിക്കും എനിക്ക് പറഞ്ഞു തന്നത് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ അഞ്ചു ആട്ടോ. പക്ഷേ അഞ്ചു ഇത് കാണരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അഞ്ചു പറഞ്ഞു തന്ന റെസിപ്പിയൊന്നും അല്ല ഇത് ശരിക്കും. ആദ്യം ഉണ്ടാക്കിയപ്പോൾ അഞ്ചു പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ഞാൻ ഫോളോ ചെയ്തു. രണ്ടാമതായപ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലായി. എൻ്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുമല്ലോ. തക്കാളിയൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അഞ്ചു പറഞ്ഞ പോലെ അല്ല, കുറച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേ തൊട്ടടുത്ത് രതീഷേട്ടൻ്റെ വീടിൻ്റെ സൈഡിൽ ഞങ്ങളുടെ രണ്ടുപേരും മതിൽ സെയിം അവിടെ വച്ചിരുന്ന മറ്റേ മല്ലിയിലൊക്കെ പറിച്ചു. ഇതാട്ടോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. വെളുത്തുള്ളി ഇഞ്ചിയും ചെറുള്ളിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. ഇത് അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന മറ്റേ കാന്താരി മുളകാട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ആദ്യം പെരിഞ്ജീരകവും കറുവപ്പട്ടയൊക്കെ ഇട്ട് പിന്നെ സവോള ഇട്ട് വരട്ടാൻ തുടങ്ങി. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വരട്ടണം. പാട്ട് കേൾക്കാമെന്ന് ഓർത്ത് ഹെഡ്സെറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഫോണിൽ വീഡിയോ എടുക്കണമല്ലോ എന്ന്. പിന്നെ ഞാൻ വേറൊരു ഫോണിൽ പാട്ട് വെച്ച് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്ന് ഉണ്ടാക്കുക കേട്ടോ. ഇത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുള്ളിയൊക്കെ ക്രഷ് ചെയ്തെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ കുറച്ച് വരണ്ടു കേട്ടോ. ഉള്ളി വരണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇല്ലായിരുന്നു, അതുണ്ടെങ്കിൽ അത് ഇടണം. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും മസാല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇട്ട് അങ്ങനെ ഇളക്കി 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 ഇളക്കി. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ഇടണം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. എന്നിട്ട് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും മുളകും കൂടെ ഇട്ട് കഴിഞ്ഞ് അതും ഒന്ന് ഇളക്കി സെറ്റായി കഴിയുമ്പം ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടൊന്ന് ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് വേണം നല്ല ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെച്ചു കിട്ടും. എന്നിട്ട് ഞാൻ മുകളിൽ തുണി വിരിച്ചിടാൻ വേണ്ടി പോയതാണ്. മുകളിലത്തെ നിലയുടെ പണിയൊന്നും ആകത്തുണ്ട് അവിടെ ആട്ടോ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിടണേ. അവിടെയാണെങ്കിൽ ഇപ്പം സുഖമായിട്ട് കിടന്ന് ഉണങ്ങിക്കോളുമല്ലോ, ആരെ ശല്യമൊന്നും ഇല്ലല്ലോ. പിന്നെ അപ്പോഴത്തേക്ക് ഉച്ചയായി, ചേട്ടനും അച്ഛനൊക്കെ ഉണ്ണാൻ വരാറായി. എൻ്റെ ചിക്കൻ കറി റെഡിയായി. ഞങ്ങളെല്ലാവരും ഉണ്ണാനിരുന്നു. എൻ്റെ വീഡിയോ എത്തിയില്ലാണ്, ഞാൻ നേരത്തെ വോയിസ് കൊടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇതേ ചിക്കൻ കറി, ഇതാണ് എൻ്റെ ചിക്കൻ കറി. ഒത്തിരി കളറൊന്നുമില്ല കേട്ടോ. ഇവിടെ ആർക്കും കളർ ഇഷ്ടമല്ല, ആർക്കും എരിവ്, അതായത് എരിവ് ഒന്നും ഇഷ്ടമല്ല. വയറിന് ആർക്കും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് കളർ ഭയങ്കര കുറച്ചാണ്. ആരും ചിക്കൻ കറി കണ്ടിട്ട് അയ്യേ എന്ന് പറയരുത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മോസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടുള്ള ബെഡ് വേണമെന്ന്. പണ്ട് ഈ മീശമാധവൻ സിനിമ കാണുമ്പോഴത്തേക്കും അതിനകത്തൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ എല്ലാം അല്ലേ, ആ പാട്ടിനകത്ത് ഇങ്ങനെ മോസ്കിറ്റോ നെറ്റൊക്കെ ഇങ്ങനെ വരൂലേ. എന്തായാലും കൊച്ചിന് വേണ്ടിയിട്ടിട്ട കൊതുകുവലയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.